തലന്റെ മേലെ പച്ചിലപ്പുഴ പോലെ ഉറങ്ങിക്കിടക്കുന്ന കേട്ടോ എന്റെ ബ്രൈഡ് ജെഫ്സ. എന്താ ക്രിയേറ്റിവിറ്റിയില്ലേ, എന്തൊരു ഫോട്ടോഗ്രാഫർ ആരാന്നുള്ളത് ഈ വീടിന്റെ ലാസ്റ്റ് പറയാട്ടോ. അപ്പൊ ഹായ് ഹലോ, ഐ എം ദിസ്ലി, മീറ്റ് മൈ ബ്രൈഡ് ജെഫ്സ. ഞാനും ജെഫ്സും ചെറിയൊരു ബന്ധമുണ്ട്, ഒരു ചെറിയ രീതിക്ക് ഒരു വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. ജെഫ്സ എന്നുള്ള പേര് കുറച്ചു പേരിലൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഓളൊരു അഹങ്കാരമായിരുന്നു. എനിക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പേരുള്ളൂ എന്നുള്ളത്. എന്റെ വർക്ക് ഏറ്റവും കൂടുതൽ നേരിട്ട് കണ്ട ഫ്രണ്ടും കൂടിയാണ് ഇവള്. കാരണം ഇവളായിരുന്നു എന്റെ വർക്കിംഗ് പാർട്ട്ണർ. പിന്നെ എന്നേക്കാൾ നന്നായിട്ട് എന്റെ വർക്കിൽ അത്രയും കോൺഫിഡൻസ് ഉള്ള മറ്റാരും ഞാൻ കണ്ടിട്ടില്ല ഇവളല്ലാതെ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പൊന്നാരളിയ മിസ്റ്റർ ഇസ്മായിൽ നിന്നോട് എസ് പറയുന്ന മുമ്പ് തന്നെ അവള് മേക്കപ്പിന് അതേ എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിമൽ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളെ ഔട്ട്ഫിറ്റ് മാച്ച് ആയിട്ടുള്ള ഐ മേക്കപ്പും ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണേ. ആരുടെ കല്യാണ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ദിസ്ലി. പിന്നെ ഫോട്ടോഗ്രാഫർ ആരാന്ന് പറയണ്ടേ, അത് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങൾ കുറെ കഴിവേറെ ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഒന്നും ഏൽപ്പിക്കണ്ട, ഇത്രയും കഴിവുള്ള ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ എന്തിനാ വെറുതെ. മെഹന്തി മേക്കപ്പിന്റെ വീഡിയോ ഒക്കെ കണ്ട സ്ഥിതിക്ക് കല്യാണ വിശേഷങ്ങളിലേക്കാവും. കല്യാണം പർച്ചേസ് തൊട്ട് തുടങ്ങിയാലോ? അപ്പൊ വായോ. അപ്പൊ ഹായ് ഹലോ, ഐ എം ദിസ്ലി, മീറ്റ് മൈ ഫ്രണ്ട് ജെഫ്സ. പർച്ചേസിംഗ് ഒക്കെ പിന്നെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പ് പോകുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ചായിരുന്നു. ഓരോ ഡ്രസ്സിൽ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ ചെക്കനെ കൂട്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾ ആ ഡ്രസ്സ് വെയർ ചെയ്ത് വരുമ്പോൾ ഓന്റെ റിയാക്ഷൻ ഒന്ന് കണ്ടാൽ ഒരുപാട് ഡ്രസ്സ് ട്രയൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഡ്രസ്സിലോളെ കണ്ടപ്പോൾ എൻ്റെ സാറേ ഓനങ്ങ് മെൽറ്റായി പോയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സിനോട് ഡബിൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണ ദിവസമായി. കല്യാണത്തിന് നമ്മളൊരു സെമി ഗ്ലാം ലുക്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. തലേന്നത്തേക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഐ മേക്കപ്പ് കൊടുക്കണം നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ആളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ്സിൽ അറിയിക്കണേ. സൈനിങ് ഓഫ് ദിസ്ലി.